Good morning, students. Tension members മറ്റൊരു numerical example നമുക്ക് solve ചെയ്യാം. The question is, determine the design tensile strength of a plate 160 by 8 mm of Fe 410 grade and connected to a gusset plate of 10 mm thickness using M16 bolts as shown in figure. നമുക്കൊരു figure തന്നിട്ടുണ്ട്. ആ figure പ്രകാരം 8 mm thickness ഉള്ള 160 millimeter width ഉള്ള ഒരു പ്ലേറ്റിനെ 10 mm thickness ഉള്ള ഒരു ഗസറ്റ് പ്ലേറ്റിന്റെ മുകളിൽ ബോൾട്ടഡ് കണക്ഷൻസ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്ലേറ്റിന്റെ 8 mm thickness ഉള്ള ഈ പ്ലേറ്റിന്റെ ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ഥിരം പ്രൊസീജിയർ തന്നെയാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. ലൈക്ക് വി ഫൈൻഡ് ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് എനി member, any steel section, we can find it as the minimum of the design strength due to cross section yielding or the design strength due to net section rupture. അതായത് cross section yielding അല്ലെങ്കിൽ net section rupture കൊണ്ടുള്ള സ്ട്രെങ്തിന്റെ മിനിമം വാല്യൂ ആയിരിക്കും ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇത് രണ്ടിന്റെയും ഇക്വേഷൻസ് നമുക്ക് IS കോഡിലുണ്ട്, അത് പ്രകാരം നമുക്ക് സോൾവ് ചെയ്യാം. സോ ആദ്യമായി ഗ്രോസ് സെക്ഷൻ ഈൽഡിങ്, അതിന്റെ സ്ട്രെങ്ത് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ദ ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ഗ്രോസ് സെക്ഷൻ ഈൽഡിങ് TDG ഈസ് ഈക്വൽ ടു F/AG ഡിവൈഡഡ് ബൈ ഗാമ MO. അത് നമുക്കറിയാം, പേജ് നമ്പർ 32 IS കോഡിലെ പേജ് നമ്പർ 32 കൃത്യമായി പറയുന്ന ഒരു ഡിസൈൻ ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പേജ് നമ്പർ 32 ഈ ക്ലോസ് ആണ്, ക്ലോസ് 6.2 അത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ എടുത്തെഴുതുക. അതിനകത്ത് ഓരോ ടേംസും നമുക്ക് എഴുതാം. ഫസ്റ്റ് ടേം ഈസ് Fi, yield strength of the steel. It is equal to 250 Newton per millimeter square. എന്തുകൊണ്ടാണ്? നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീലിന്റെ ഗ്രേഡ് Fe 410 ഗ്രേഡ് ആണെങ്കിൽ മിനിമം yield strength എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി 250 Newton per millimeter square. ഓക്കെ, അത് നമ്മൾ പഠിച്ചതാണ്. ഇനി രണ്ടാമത്തെ ടേം AG, ദാറ്റ് ഈസ് ഗ്രോസ് ഏരിയ ഓഫ് ദ സെക്ഷൻ. നമ്മൾ ഏതിന്റെ സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്? പ്ലേറ്റിന്റെ, അതായത് 160/8 mm സൈസ് ഉള്ള പ്ലേറ്റിന്റെ സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന്റെ ക്രോസ് സെക്ഷണൽ ഡീറ്റെയിൽസ് തന്നെയാണ് ഈ തന്നിരിക്കുന്ന 160 വിഡ്ത്തും 8 mm തിക്നെസ്സും. അതിന്റെ ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു റെക്ടാങ്കുലർ ഷേപ്പ് ആണ്. അതുകൊണ്ട് വിഡ്ത്ത് ഇൻറ്റു തിക്നെസ്, വിഡ്ത്തായ 160 mm ഉം തിക്നെസ് കനമുള്ള എത്രയാണ് കനം 8 mm തിക്നെസ്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന പോലെ നമുക്ക് ഈ പ്ലേറ്റിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 160 into 8 mm will give you 1280 millimeter square. ഓക്കെ, ഇനി അടുത്ത വാട്ട് ഈസ് ഗാമ MO? ഗാമ MO പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ആണ്, നമുക്ക് അറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1.1. അപ്പോൾ എല്ലാ ടേംസുമായി ഇതിനെ ഒറിജിനൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 290.91 kN. അപ്പോൾ ഗ്രോസ് സെക്ഷൻ ഈൽഡിങ്ങിലൂടെ ഈ പ്ലേറ്റിന്റെ സ്ട്രെങ്ത്, പരമാവധി അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ് എത്രയാണ്? 290 kN. രണ്ടാമത്തത് അതേ പ്ലേറ്റിന്റെ തന്നെ നെറ്റ് സെക്ഷൻ റപ്ചർ, അതിലുള്ള സ്ട്രെങ്ത് എന്താണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു നെറ്റ് സെക്ഷൻ റപ്ചർ. അത് പേജ് നമ്പർ 33 നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പേജ് നമ്പർ 33 ക്ലോസ് 6.3.3 കൃത്യമായി പറയുന്നുണ്ട്. ബോൾട്ട് ഹോളുകളുള്ള, അതും പ്രത്യേകിച്ച് സ്റ്റാഗേർഡ് ബോൾട്ട് ഹോളുകളുള്ള ഒരു പ്ലേറ്റിന്റെ നെറ്റ് സെക്ഷൻ റപ്ചറിലുള്ള ഡിസൈൻ സ്ട്രെങ്തിന്റെ ഇക്വേഷൻ എന്താണെന്ന് പേജ് നമ്പർ 33 കൃത്യമായി കൊടുത്തിട്ടുണ്ട്. എന്താണ്? TDN ഈസ് ഈക്വൽ ടു 0.9 ANFU ഡിവൈഡഡ് ബൈ ഗാമ M1. അതും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇവിടെ നോക്കുക, ക്ലോസ് 6.3.1 കൃത്യമായി ആ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. B മൈനസ് എവിടെയാണ് TDN ഈസ് ഈക്വൽ ടു 0.9 ANFU ഡിവൈഡഡ് ബൈ ഗാമ M1. അതിൽ AN എന്താണെന്ന് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ്, ഇതെങ്ങനെയാണ് ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് അങ്ങനെ തന്നെ സോൾവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്മൾ പകർത്തി എഴുതി, നെറ്റ് സെക്ഷൻ റപ്ചറിന്റെ ഡിസൈൻ സ്ട്രെങ്ത് ഇക്വേഷൻ.
അതിനകത്ത് ഓരോ ടേംസ് നമുക്ക് കണ്ടുപിടിക്കണം. അതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് AN ആണ്, ദാറ്റ് ഈസ് നെറ്റ് ഏരിയ ഓഫ് ദ ഗിവൺ പ്ലേറ്റ്. ദാറ്റ് ഈസ് ആ പേജിൽ നിന്ന് തന്നെ നമ്മൾ എഴുതുന്നതാണ് AN is equal to B minus NDH plus sigma P square by 4G the whole into T. അതിലെ ഓരോ ടേംസ് എന്താണ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് B? B is the width of the plate. അപ്പോൾ തന്നിരിക്കുന്ന പ്ലേറ്റിന്റെ വിഡ്ത്ത് നമുക്കറിയാം. പ്ലേറ്റിന്റെ വിഡ്ത്ത് എത്രയാണ്? 160 മില്ലിമീറ്റർ ആണ്. ഓക്കെ, നൗ ദ സെക്കൻഡ് ടേം വി കൺസിഡർ ഈസ് DH. DH എന്താണെന്നാണ് ഇനി നോക്കേണ്ടത്. DH എന്ന് പറയുന്നത് diameter of bolt to hole. Diameter of bolt to hole, we know that diameter of bolt to hole is equal to diameter of bolt plus the clearance. ക്ലിയറൻസിന് അനുസൃതമായി നമുക്ക് ബോൾട്ട് ഹോളിന്റെ ഡയമീറ്റർ നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ബോൾട്ടഡ് കണക്ഷനിൽ പഠിച്ചതാണ്. സോ ഫോർ എ 16 mm ഡയമീറ്റർ ബോൾട്ട് നമുക്ക് ബോൾട്ട് ഹോൾ ക്ലിയറൻസ് എന്ന് പറയുന്നത് 2 മില്ലിമീറ്റർ ആണെന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓക്കെ, അതും IS കോഡിൽ തന്നെ പറയുന്നുണ്ട്. സോ ആ 2 mm ക്ലിയറൻസും കൂടെ ബോൾട്ട് ഡയമീറ്ററിൽ ആഡ് ചെയ്യുമ്പോൾ, ബോൾട്ട് ഡയമീറ്റർ 16 mm ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 16 ബോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. സോ 16 plus 2 will give you 18 mm which is the diameter of bolt hole. ഈ ഓരോ ബോൾട്ട് ഹോളിന്റെ ഡയമീറ്ററും 18 മില്ലിമീറ്റർ ആണ്. ഓക്കെ, നൗ കമ്മിങ് ടു നെക്സ്റ്റ് ടേം, ദാറ്റ് ഈസ് P. ഈ തന്നിരിക്കുന്ന P എന്ന് പറയുന്നത് പിച്ച് ഓഫ് ബോൾട്ട് ആണ്. ബോൾട്ടിന്റെ പിച്ച് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ ഒരു ഹോളിൽ നിന്നും തൊട്ടടുത്ത അഡ്ജസന്റ് ഹോള് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിച്ച് ഈസ് ദ ഡിസ്റ്റൻസ് measured center to center between adjacent bolt holes but measured in the direction of application of force. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മളിവിടെ നോക്കുക, ബോൾട്ട് ഹോൾ, ഒരു ഫസ്റ്റ് ബോൾട്ട് ഹോളും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലുള്ള അഡ്ജസന്റ് ബോൾട്ട് ഹോൾ എന്ന് പറയുന്നത് ഈ ഹോൾ. ഇത് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 40 millimeter. സോ പിച്ച് ഈസ് 40 millimeter. മനസ്സിലായല്ലോ. നൗ വാട്ട് ഈസ് G? ഇവിടെ നോക്കുക, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G ഈസ് ദ ഡിസ്റ്റൻസ്. G എന്താണ്? G ഈസ് ദ ഡിസ്റ്റൻസ്. ഏത് ഡിസ്റ്റൻസ് ആണ്? ഗേജ് ഡിസ്റ്റൻസ് ആണ്. ഗേജ് ഡിസ്റ്റൻസ് ഈസ് ദ ഡിസ്റ്റൻസ് വിച്ച് ഈസ് മെഷേർഡ് ബിറ്റ്വീൻ സെന്റേഴ്സ് ഓഫ് ദി അഡ്ജസന്റ് ബോൾട്ട് ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഒരു ബോൾട്ടും തൊട്ടടുത്ത ബോൾട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെയാണ് നമ്മൾ നോക്കുക എന്ന് വിചാരിക്കുക. ഇവിടെ ഫസ്റ്റ് ബോൾട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഇതിന്റെ സെന്ററിൽ നിന്നും തൊട്ടടുത്ത ബോൾട്ട് എന്ന് പറയുന്നത് ഈ ബോൾട്ട് അല്ല. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനിടയിൽ, സഞ്ചരിക്കുന്നതിനിടയിൽ, ഓക്കെ, പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, ഫോഴ്സ് അപ്ലൈ ചെയ്തതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് താഴെ നിന്ന് നമ്മൾ നോക്കി വരുമ്പോൾ ആദ്യം കാണുന്ന ബോൾട്ട് ഇതാണ്. പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ ഈ ബോൾട്ടിന് തൊട്ട് മുമ്പ് കാണുന്നത് ഈ ബോൾട്ട് ആണ്. ഓക്കെ, സോ വി ആർ ലുക്കിംഗ് ഫ്രം ദിസ് സൈഡ് ടു ദിസ് സൈഡ്. ഓക്കെ, അങ്ങനെ നോക്കി വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന ബോൾട്ട് ഇതും രണ്ടാമത് കാണുന്ന ബോൾട്ട് ഇതുമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള കേസിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് ബോൾട്ട് ഹോൾസ്? ഇത് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഈ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അത് തന്നിട്ടുണ്ട്. എത്രയാണ്? 25 millimeter. സോ ദാറ്റ് ഈസ് ദ ഗേജ് ഡിസ്റ്റൻസ്. ഓക്കെ, ഗേജ് ഡിസ്റ്റൻസും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ദർ ഈസ് എ ടേം n എന്നുള്ള ഒരു ടേം ഇവിടെ ഉണ്ട്. വാട്ട് ഈസ് n? n എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫെയിലിയർ പാത്തിൽ എത്ര ബോൾട്ട് ഹോളുകൾ ഉണ്ട്, നമ്പർ ഓഫ് ബോൾട്ട് ഹോൾസ് ഇൻ ദ ഫെയിലിയർ പാത്ത് വി കൺസിഡർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫെയിലിയർ പാത്ത് ഏതാണെന്ന് അറിയാമോ? നമുക്ക് ആകെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇത്രയേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഫെയിലിയർ നടക്കുന്നത് ഈ ബോൾട്ട് ലൈനിലൂടെയാണോ, അതോ ഈ ബോൾട്ട് ലൈനിലൂടെയാണോ, അത് ഈ മൂന്നാമത്തെ ബോൾട്ട് കിടക്കുന്ന ലൈനിലൂടെയാണോ, ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും സിക്സാഗ് പാറ്റേൺ അത് ഫോളോ ചെയ്യുമോ? കാരണം ഇവിടെ ബോൾട്ടിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ദീസ് ആർ നോട്ട് സ്ട്രെയിറ്റ് ലൈൻഡ് ബോൾട്ട്സ്. ഇതെല്ലാം ഒരേ ലൈനിൽ ഉള്ള ബോൾട്ടുകളല്ല. These are not chained bolts, these are staggered bolts. ഇതെല്ലാ ബോൾട്ടുകളും സ്റ്റാഗർ ചെയ്യപ്പെട്ടതാണ്. കാരണം നമുക്ക്
ഈ ബോൾട്ടിന്റെ തൊട്ട് വലത് സൈഡിൽ തന്നെയാണ് ബോൾട്ട് ഹോൾ വന്നിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ നോൺ സ്റ്റാഗേർഡ് സിസ്റ്റം ഓഫ് ബോൾട്ട്സ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സ്റ്റാഗർ ചെയ്യപ്പെട്ടതാണ്. ഓക്കെ, ഒരു സിക്സ് ആഗ് പാറ്റേണിലാണ് നമ്മളിവിടെ ബോൾട്ടുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ദീസ് കം അണ്ടർ സ്റ്റാഗേർഡ് ബോൾട്ട്. അപ്പോൾ സ്റ്റാഗേർഡ് ബോൾട്ട് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പാറ്റേൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പിച്ചും ഗേജും ഒക്കെ തന്നിട്ടുണ്ട്, നമ്മൾ അതിൽ എഴുതിയെടുത്തു. പക്ഷെ നമുക്ക് അറിയാത്തൊരു കാര്യം, ഇതിൽ ഏതിലൂടെയാണ് ഫെയിലർ നടക്കുന്നതെന്ന് നമുക്കറിയില്ല. ഓക്കെ, സോ നൗ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് വി വിൽ അസ്യൂം ഓൾ പോസിബിൾ ഫെയിലിയർ പാത്സ്. ഏതൊക്കെ തരത്തിൽ ഫെയിലിയർ നടക്കാൻ സാധ്യതയുണ്ടോ അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, സോ അതാണ് നമ്മൾ പഠിച്ചത്. എല്ലാ ഫെയിലിയർ പാത്തുകളും നമ്മൾ കൺസിഡർ ചെയ്യുകയും അതിൽ ഏറ്റവും ലീസ്റ്റ് നെറ്റ് ഏരിയ ഏത് ഫെയിലിയർ പാത്ത് തരുമോ അവിടെ ആയിരിക്കും ഫെയിലിയർ നടക്കുന്നത്. ആ ഫെയിലിയർ പാത്തിലൂടെ ആയിരിക്കും ഫെയിലിയർ സംഭവിക്കുന്നത്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു അസ്യൂം ദ പോസിബിൾ ഫെയിലിയർ പാത്സ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫെയിലിയർ പാത്ത് ഈ 1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്ന ഫെയിലിയർ പാത്താണ്. ദാറ്റ് ഈസ് ദീസ് 3 സെറ്റ് ഓഫ് ബോൾട്ട്സ് വിൽ അണ്ടർഗോ ഫെയിലിയർ. ഈ ബോൾട്ട് ഹോളിലൂടെ കടന്നു പോകുന്ന ഒരു ഫെയിലിയർ പാത്താണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫെയിലിയർ പാത്ത് എന്ന് പറയുന്നത് അതിന് തൊട്ട് വലതുവശത്ത് 2 ബോൾട്ടുകൾ മാത്രം കടന്നു പോകുന്ന ഒരു ഫെയിലിയർ പാത്ത്. ഓക്കെ, ഇനി മൂന്നാമത് കൺസിഡർ ചെയ്യുന്നത് ഒരു ബോൾട്ട് മാത്രം ഉള്ള ഈ സെക്ഷനിലൂടെയാണ് ഫെയിലിയർ സംഭവിച്ചെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 ഫെയിലിയർ പാത്തുകൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നാലാമതായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സിക്സ് ആഗ് പാറ്റേണിൽ ആണ് പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ 3 ബോൾട്ടുള്ള ആ റോയിലൂടെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഈ പ്ലേറ്റ് ഇങ്ങനെ റപ്ചറായി, അതിനുശേഷം തൊട്ടപ്പുറത്തെ ലൈനിലേക്ക് ചാടി, അതിനുശേഷം അവിടെ നിന്ന് നേരെ താഴോട്ട് വന്നു, വീണ്ടും പഴയ പൊസിഷനിലോട്ട് എത്തി, വീണ്ടും താഴോട്ട് റപ്ചറാകും. സോ ഇങ്ങനെയുള്ള ഒരു ഫെയിലറും സംഭവിക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ഫെയിലറും സംഭവിക്കാവുന്നതാണ്. സോ അതാണ് നാലാമത്തെ ഫെയിലർ പാത്ത്. ഇനി അഞ്ചാമതൊരു ഫെയിലർ പാത്ത് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ലൈക്ക് ദിസ്. ഇവിടെ നിന്ന് നേരെ താഴോട്ട് വന്നു, എന്നിട്ട് കുറച്ച് വലതോട്ട് പോയി, പിന്നെ സിക്സ് ആഗ് മോഷനാണ്, കണ്ടിന്യൂസ് ആയിട്ട് സിക്സ് ആഗ് പാറ്റേണിൽ വന്നിട്ട് താഴോട്ട് പോകും. ഇങ്ങനെയും ഫെയിലർ സംഭവിക്കാം എന്നാണ് നമ്മൾ ഊഹിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും, നമ്മൾ എന്തുകൊണ്ട് ഈ മൂന്നാമത്തെ ബോൾട്ടിനെയും കൂടെ ചേർത്തിട്ടുള്ള ഇവിടെ കൂടെ ഉള്ള ഈ സെക്കൻഡിലൂടെ പോയ രീതിയിലുള്ള ഒരു ഫെയിലർ പാത്ത് നമ്മൾ കൺസിഡർ ചെയ്തില്ല എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അതിനുള്ള ഉത്തരം എന്തെന്ന് വെച്ചാൽ, ഫെയിലർ എപ്പോഴും സംഭവിക്കുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ മിനിമമായ ഒരു റീജിയനിലൂടെ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ 3 ഫെയിലർ പാത്ത് നോക്കുക. ഇവിടെ 3 ബോൾട്ട് ഹോളുണ്ട്. രണ്ടാമത്തെ കേസ് വന്നപ്പോൾ ഇവിടെ 2 ബോൾട്ട് ഹോളേ ഉള്ളൂ. മൂന്നാമത്തെ ഫെയിലർ പാത്ത് വന്നപ്പോൾ 1 ബോൾട്ട് ഹോളേ ഉള്ളൂ. ഈ 3 ഫെയിലർ പാത്തും നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇതിൽ ഫെയിലർ നടക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ഫസ്റ്റ് സെക്ഷനിലൂടെ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ മെറ്റീരിയൽ, സ്റ്റീൽ എന്നുള്ള ആ മെറ്റീരിയൽ ഏറ്റവും കുറവുള്ളത്, ദാറ്റ് ഈസ് നെറ്റ് ഏരിയ ഈസ് മിനിമം ഫോർ സെക്ഷൻ 1 കമ്പയർഡ് ടു സെക്ഷൻ 2 ഓർ സെക്ഷൻ 3. സെക്ഷൻ 2ൽ 2 ഹോളേ ഉള്ളൂ, കൂടുതലും മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, സെക്ഷൻ 3 എടുത്തപ്പോൾ 1 ബോൾട്ട് ഹോളേ ഉള്ളൂ. അപ്പോൾ ബാക്കി പോർഷനിലെല്ലാം നമുക്ക് സഫീഷ്യന്റ് മെറ്റീരിയൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഫെയിലർ നടക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഹോളുകൾ ഉള്ള ഏത് സെക്ഷനാണോ അവിടെ ആയിരിക്കും ഫെയിലർ നടക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അതുകൊണ്ട് നമുക്കിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ 3 സെക്ഷൻസും കൺസിഡർ ചെയ്തത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജഡ്ജ്മെന്റ് വെച്ചിട്ട് ഈ ഫസ്റ്റ് സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്താലും മതി. ഓക്കെ, ഫസ്റ്റ് സെക്ഷനും മാത്രം കൺസിഡർ ചെയ്തിട്ട് പിന്നെ 4th 5th മാത്രം എടുക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫെയിലിയർ നടക്കാൻ സാധ്യത ഈ മൂന്നാമത്തെ സെക്ഷനിലൂടെയാണെന്ന് അറിയാം. ഇനി മൂന്നാമത്തെ സെക്ഷനിലൂടെ ആണെങ്കിൽ പോലും ഇൻ കേസ് സിക്സ് ആഗ് ഫെയിലിയർ നടക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ രണ്ടാമത്തെ ചെയിനിലേക്ക് സ്റ്റാഗർ ചെയ്ത ഈ ഫെയിലിയർ പാത്ത് കൺസിഡർ ചെയ്തത്. പക്ഷേ ഇത്രയും ഈ സെക്കൻഡിലേക്ക് പോയിട്ട് വീണ്ടും താഴോട്ട് വരുന്നതിന് വരെ മൂന്നാമത്തെ ബോൾട്ട് ഹോളിലേക്കും പോയിട്ട് ഇങ്ങോട്ട് വരില്ലേ എന്ന് നിങ്ങൾ സംശയം കാണും. അപ്പോഴും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു ലോങ്ങസ്റ്റ് പാത്ത് എടുക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോഴും കൂടുതൽ മെറ്റീരിയൽ വരുമ്പോൾ ആ സെക്ഷൻ സേഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് വിച്ച് ഈസ് ദ വീക്കസ്റ്റ് സെക്ഷൻ. ഇവിടെ വീക്കർ ആയിട്ടുള്ള സെക്ഷൻ ഏതാണ്? ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു പാത്ത് ഫോളോ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് ബോൾട്ട് ഹോൾ അത് കവർ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ,
സോ ഇവിടെ ഈ രണ്ടാമത്തെ പാറ്റേണിലൂടെ നാലാമത്തെ ഫെയിലർ പാത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇവിടെ നേരത്തെ അപേക്ഷിച്ച് പാത്തിന്റെ ലെങ്ത് കൂടുതലാണെങ്കിൽ പോലും നമ്പർ ഓഫ് ബോൾട്ട് ഹോളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫെയിലർ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക്, മൂന്നാമത്തെ ചെയിനിലേക്ക്, ലൈനിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. നൗ കമ്മിങ് ടു ദ ഫിഫ്ത്ത് പാത്ത്, നമുക്ക് അങ്ങനെയല്ല. കണ്ടിന്യൂസ് സ്റ്റാഗറിങ്, കണ്ടിന്യൂസ് സിക്സാക്ക് പാത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 3, 2, 5 ബോൾട്ട് ഹോളുകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ കൺസിഡേർഡ് ഫോർ അവർ സ്റ്റഡി. അപ്പോൾ ഈ 5 ഫെയിലർ പാത്തിൽ ഏറ്റവും മിനിമം ഫെയിലർ സംഭവിക്കുന്നത് നമുക്ക് എവിടെയാണെന്ന് ആണ് ഇനി നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സ്റ്റെപ്പാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫെയിലർ പാത്ത് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 5 ഫെയിലർ പാത്തിനെയും കൺസിഡർ ചെയ്യാൻ വേണ്ടി ഞാനൊരു ടാബുലർ കോളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കോളം ഫെയിലർ പാത്ത്, രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് നെറ്റ് ഏരിയ. ഓരോ ഫെയിലർ പാത്തും ഓരോ നെറ്റ് ഏരിയ ആയിരിക്കും തരുന്നത്, നമുക്കറിയാം. ഓക്കെ, സോ നെറ്റ് ഏരിയ. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഈ 5 ഫെയിലർ പാത്തിലും ഏറ്റവും ലീസ്റ്റ് നെറ്റ് ഏരിയ ആരാണ് തരുന്നത് അത് മാത്രം നമ്മളിവിടെ എടുത്തെഴുതും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു കോളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫെയിലർ പാത്ത് നമുക്ക് നോക്കാം. ദിസ് ഈസ് എ ഫസ്റ്റ് ഫെയിലർ പാത്ത്. അപ്പോൾ അതിൽ നെറ്റ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ AN ഈസ് ഈക്വൽ ടു B മൈനസ് NDH എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, B മൈനസ് NDH. അപ്പോൾ B എന്ന് പറയുന്നത് 160 ആണ്, നമുക്കറിയാം. വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റ് എന്ന് പറയുന്നത് 160 ആണ്. ഈ ഫെയിലർ പാത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 160 മൈനസ് N എന്ന് പറയുന്ന നമ്പർ ഓഫ് ബോൾട്ട് ഹോൾസ് ആണ്. ഫസ്റ്റ് ഫെയിലർ പാത്തിൽ 3 ഹോൾ ആണുള്ളത്. സോ 160 മൈനസ് 3 ഇൻറ്റു DH എന്ന് പറയുന്നത് 18 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, പ്ലസ് അവസാനത്തെ ഈ ടേം സിഗ്മ p²/4g. നമ്മൾ ഓൾറെഡി ഇതിന്റെ തിയറി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഈ സിഗ്മ ടേം ഉള്ള p²/4g എന്ന് പറഞ്ഞ ടേം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? എപ്പോഴാണോ സ്റ്റാഗേർഡ് ഫെയിലർ പാത്ത് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ചെയിൻ ലൈനിൽ ഈ ഫെയിലർ പാത്തിൽ സ്റ്റാഗറിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ p²/4g എന്നുള്ള ടേം നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് കൺസിഡർഡ് ടു ബി 0. അപ്പോൾ ഈ ടേം, മൂന്നാമത്തെ ടേം 0 ആയി. ദ ഹോൾ ഇൻറ്റു T. വാട്ട് ഈസ് T? T ഈസ് ദ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ്. പ്ലേറ്റിന്റെ തിക്നെസ് 8 mm ആണെന്ന് അറിയാം. സോ ഇൻറ്റു 8 നമുക്ക് അങ്ങനെ കിട്ടും 848 mm². ഓക്കെ, ഫസ്റ്റ് ഫെയിലർ പാത്ത് ആയി. ഇനി രണ്ടാമത്തെ ഫെയിലർ പാത്ത് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ ഫെയിലർ പാത്ത് എടുക്കുമ്പോഴും സെയിം ഇക്വേഷൻ ആണ്. B ഈസ് 160 മൈനസ് N ഈസ് ദ നമ്പർ ഓഫ് ബോൾട്ട് ഹോൾസ്. രണ്ടാമത്തെ കേസിൽ 2 ബോൾട്ട് ഹോളേ ഉള്ളൂ. സോ 2 ഇൻറ്റു 18. DH 18 ആണെന്ന് അറിയാം. പ്ലസ് സ്റ്റാഗറിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തേർഡ് ടേം p²/4g ടേം ഇസ് 0. The whole into 8 which will give you 992 mm². ഇനി മൂന്നാമത്തെ ഫെയിലർ പ്ലെയിൻ എടുക്കുകയാണ്. മൂന്നാമത്തെ ഫെയിലർ പ്ലെയിൻ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 ഹോൾ. ഓക്കെ, ഒരു ഹോളേ ഉള്ളൂ. അപ്പം സെയിം സ്റ്റെപ്പ് പോലെ തന്നെയാണ് എഴുതുന്നത്. നമ്പർ ഓഫ് ബോൾട്ട് ഹോൾ N ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അവിടെയും സ്റ്റാഗറിങ് ഇല്ലാത്തതുകൊണ്ട് മൂന്നാമത്തെ ടേം 0 ആണ്. Finally, you will get it as 1136 mm². ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് 3 ഫെയിലർ പാത്തിന്റെ നെറ്റ് ഏരിയ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഫസ്റ്റ് പാത്തിന്റെ നെറ്റ് ഏരിയയാണ് ഏറ്റവും കുറവ്. രണ്ടാമത്തത് ആണ് അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ. മൂന്നാമത്തെ ഫെയിലർ പാത്ത് എത്തിയപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായി. ഓക്കെ, സോ ആസ് വി എക്സ്പെക്റ്റഡ്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഹോൾ ഉള്ള ഫെയിലർ പാത്തിലായിരിക്കും നെറ്റ് ഏരിയ വളരെ കുറവ്. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ച പോലെയാണ്. ഹോളുകളുടെ എണ്ണം കൂടുമ്പോൾ ദെൻ നെറ്റ് ഏരിയ ഓഫ് മെറ്റീരിയൽ ഏറ്റവും കുറവ് അവിടെ ആയിരിക്കാം. സോ നെറ്റ് ഏരിയ ഈസ് ഓൾസോ മിനിമം ദെയർ. ഓക്കെ, സോ ഇനി മുതലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള 2ഉം 3ഉം എന്ന് പറഞ്ഞ ഫെയിലർ പാത്തുകൾ നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്നില്ല. കാരണം നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമുക്ക് പറയാൻ സാധിക്കും ഫെയിലർ ഈസ് മോർ പ്രോബബിൾ എലോങ് ഫസ്റ്റ് പാത്ത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ബോൾട്ട് ഹോൾ ഉള്ള പാത്തിലായിരിക്കും പോസിബിലിറ്റി കൂടുതൽ. അപ്പോൾ 848 ആണ് ഫസ്റ്റ് പാത്തിന്റെ കിട്ടിയത്. ഇനി ചിലപ്പോൾ സ്റ്റാഗറിങ് സംഭവിച്ചാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോർത്ത് പാത്തും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഫോർത്ത് പാത്തിലൂടെ എങ്ങനെ നമുക്ക് നെറ്റ് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ആസ് പെർ ദ ഇക്വേഷൻ B മൈനസ് NDH. ഓക്കെ, B ഈസ് ദ വിഡ്ത്ത് 160 mm സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 160 മൈനസ് N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോൾട്ട് ഹോൾസ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന സ്റ്റാഗേർഡ് അല്ലെങ്കിൽ സിക്സാഗ് ഫെയിലർ പാത്തിൽ എത്ര ബോൾട്ട് ഹോൾ കടന്നു പോകുന്നുണ്ട്? ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ, ദിസ് ഈസ് സെക്കൻഡ്, ദിസ് ഈസ് തേർഡ് ആൻഡ് ദിസ് ഈസ് ഫോർത്ത്. അപ്പൊ 4 ബോൾട്ട് ഹോളിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, സോ 160 മൈനസ് 4 ഇൻറ്റു 18. ഓക്കെ, DHന് വ്യത്യാസമില്ല, 18 mm തന്നെയാണ്. പ്ലസ് മൂന്നാമത്തെ ടേമിന് ഇവിടെ സിഗ്നിഫിക്കൻസ് ഉണ്ട്, ബിക്കോസ് ദർ ഈസ് സിക്സാഗ് പാറ്റേൺ
ഓക്കെ, സിക്സാഗിങ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാഗറിങ് നടന്ന സ്ഥിതിക്ക് മൂന്നാമത്തെ ടേമിനെ നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ p²/4g എന്ന് പറയുന്നത് ഓരോ സിക്സാഗ് ലെഗിനും ഓരോ p²/4g ആഡ് ചെയ്യണം. അതിനാണ് സമ്മേഷൻ എന്ന് പറഞ്ഞ സിഗ്മ ടേം കൊടുത്തിരിക്കുന്നത്. സിഗ്മ എന്ന് പറഞ്ഞുള്ള ഒരു സിമ്പിൾ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഫോർ ഈച്ച് സ്റ്റാഗേർഡ് ലെഗ് യു ഹാവ് ടു പ്രൊവൈഡ് ദിസ് ടേം p²/4g. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലെഗ് നോക്കാം. ആദ്യത്തെ ലെഗിന്റെ p² എന്ന് പറയുന്നത് ഈ രണ്ട് ഹോളിന്റെ പിച്ച് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. പിച്ച് ഈസ് 40 millimeter. സോ p² എന്ന് പറയുമ്പോൾ 40² ഡിവൈഡഡ് ബൈ 4g. 4 into g ഡിനോമിനേറ്ററിലാണ് എഴുതുന്നത്. 4 into g എന്ന് പറയുന്നത് ഈ രണ്ട് ഹോൾസിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്, ദാറ്റ് ഈസ് 25 millimeter. അതും നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ 40² divided by 4 into 25. ഗേജ് ഡിസ്റ്റൻസ് ഈസ് 25. അങ്ങനെ ഒരു ലെഗിനുള്ളത് നമ്മൾ എഴുതി. ഇനി രണ്ടാമത്തെ സ്റ്റാഗേർഡ് ലെഗിനും കൂടെ എഴുതണം. ഓക്കെ, ഇവിടെ രണ്ട് സ്റ്റാഗേർഡ് ലെഗ്സ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റാഗേർഡ് ലെഗ് ആണ് അവിടെയും പിച്ച് സെയിം തന്നെയാണ്. ഓക്കെ, ഇവിടെയും പിച്ച് സെയിം തന്നെയാണ് 40 ആൻഡ് ഗേജ് ഈസ് ഓൾസോ സെയിം, ദാറ്റ് ഈസ് 25. സോ 40²/4 into 25 അവിടെയും കൊടുക്കണം. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ ടേം എഴുതി കഴിഞ്ഞു. ദ ഹോൾ ഇൻറ്റു t is 8 mm will give you 960 mm². അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഫസ്റ്റ് പാത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചാൻസ് ഉള്ളത് ഫോർത്ത് പാത്തിലൂടെ ഫെയിലിയർ നടക്കാനായിരുന്നു. ഓക്കെ, ഫസ്റ്റ് പാത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് പാത്ത്, കാരണം സെക്കൻഡ് പാത്തിന് ഉള്ള നെറ്റ് ഏരിയ ഫോർത്ത് പാത്തിനുള്ളതിനേക്കാളും കൂടുതലാണ്. ഓക്കെ, 992 ഉണ്ട്, ഇവിടെ 960 ഉള്ളൂ. ഇപ്പൊ ഫസ്റ്റ് പാത്ത് നമുക്കില്ലായിരുന്നു എങ്കിൽ ഫെയിലിയർ നടക്കുന്ന ഫോർത്ത് പാത്തിലൂടെ ആയിരുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി ക്ലോസ്, ഫസ്റ്റ് പാത്തിന്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സംശയമുള്ള അഞ്ചാമത്തെ പാത്തും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. അഞ്ചാമത്തെ പാത്തിനും കൂടെ ഫസ്റ്റ് പാത്തിനെ വെച്ച് കമ്പയർ ചെയ്യേണ്ടതാണ്. സോ ഫിഫ്ത്ത് പാത്ത് നോക്കാം. ബി ഈസ് 160 മൈനസ് n എന്ന് പറയുന്നത് ഈ ഫിഫ്ത്ത് പാത്തിലൂടെ കടന്നു പോകുന്ന നമ്പർ ഓഫ് ബോൾട്ട് ഹോൾ ആണ്. 1 2 3 4 and 5. 5 ബോൾട്ട് ഹോൾ ഉണ്ട്. 5 into 18 പ്ലസ് മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് p²/4g. നമ്മൾ പറഞ്ഞു ഓരോ സിക്സാഗ് ലെഗിനും ഓരോ p²/4g ആഡ് ചെയ്യണം. സോ എത്ര p²/4g വേണം? ദിസ് ഈസ് 1 സിക്സാഗ്, ദിസ് ഈസ് സെക്കൻഡ്, ദിസ് ഈസ് തേർഡ്, ദിസ് ഈസ് ഫോർത്ത് ലെഗ്. അങ്ങനെ 4 ലെഗിന് 4 p²/4g ആഡ് ചെയ്തിരിക്കുകയാണ്. 40/4 into 25, 40/4 into 25, അങ്ങനെ 4 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ ഹോൾ ഇൻറ്റു t ഈസ് 8 mm. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് 1072 എന്ന് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ കിട്ടുന്ന 1072 mm² എന്ന് പറയുന്നത് ഫിഫ്ത്ത് ഫെയിലർ പാത്തിലൂടെയുള്ള നെറ്റ് ഏരിയയാണ്. ഇതിലൂടെയുള്ള നെറ്റ് ഏരിയയാണ്. പക്ഷെ അത് നമുക്ക് അറിയാം, നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഫെയിലർ പാത്തും സെക്കൻഡും ഫോർത്തും കഴിഞ്ഞിട്ടേ അത് വരുന്നുള്ളൂ. ഓക്കെ, സോ we can safely say that the failure will occur only along failure path 1. Failure path 1 ആയിരിക്കും സംഭവിക്കുന്നത്. Therefore, the net area or the minimum net area corresponds to failure path 1. Okay, failure സംഭവിക്കുന്ന failure path 1 കാരണം minimum net area ഉള്ളത് failure path 1 that is 848 mm². അപ്പോൾ നെറ്റ് ഏരിയ AN ഈ നമ്മുടെ ഒറിജിനൽ ഇക്വേഷനിലെ AN എന്നുള്ള വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് കഴിഞ്ഞിട്ടില്ല, FU കണ്ടുപിടിക്കണം. FU നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അൾട്ടിമേറ്റ് സ്ട്രെങ്ത്, ദാറ്റ് ഈസ് Fe 410. അതെന്ന് പറയുന്നത് 410 Nm/mm² ആണ്. ഓക്കെ, ആൻഡ് ഫോളോഡ് ബൈ ഗാമ M1 പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. അത് എത്രയാണ്? 1.25. അപ്പോൾ എല്ലാ ടേംസുമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. TDN you will get it as 250 kN, 250.33 kN. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള ഗ്രോസ് സെക്ഷൻ ഈൽഡിങ്ങിലും നെറ്റ് സെക്ഷൻ റപ്ചറിലുമുള്ള രണ്ട് ഫോഴ്സ് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു. 290.9 kN, 250.33 kN. സോ ഹിയർ യു ആർ ഗോയിങ് ടു ടേക്ക് ദ മിനിമം. മിനിമം എന്ന് പറയുന്നത് 250 kN ആണ്, 250.33 kN. ആൻഡ് ഏറ്റവും കുറവ് ഏതിനാണ്? നെറ്റ് സെക്ഷൻ റപ്ചർ ആയതുകൊണ്ടാണ്, നെറ്റ് സെക്ഷൻ റപ്ചറിനാണ് ഏറ്റവും മിനിമം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് 250.33 kN ആണ്. അതായത് ഇവിടെ ഫെയിലിയർ നടക്കാൻ സാധ്യത നെറ്റ് സെക്ഷൻ റപ്ചറിലൂടെ ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ഫെയിലിയർ പാത്തിലൂടെയുള്ള റപ്ചറിങ് ആയിരിക്കും നടക്കുന്നത്, അല്ലാതെ ഈൽഡിങ് ആയിരിക്കില്ല സംഭവിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ലോഡ് ഇൻക്രീസ് ചെയ്ത് 250 kN എത്തുമ്പോൾ
you will see rupture occurs along failure path 1. ഓക്കെ, ഫെയിലർ പാത്ത് 1 റപ്ചർ സംഭവിക്കുകയും അങ്ങനെ ആ സെക്ഷൻ ഫെയിൽ ആവുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് ദ മാക്സിമം ലോഡ് ദാറ്റ് ദിസ് പ്ലേറ്റ് ക്യാൻ ക്യാരി. ഓക്കെ, മനസ്സിലായല്ലോ? താങ്ക് യു.